ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ വിവോ V23 Pro എന്ന് പറയുന്ന ഏറ്റവും മികച്ച ഒരു ഫോണിൻ്റെയാണ്. ബ്യൂട്ടിഫുൾ ആയ ഒരു ഫോണിൻ്റെ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല വീഡിയോകളിലും പറയാറുണ്ട് ഈ ഒരു ഫോൺ വരുന്നുണ്ട്, വേണമെങ്കിലും വേണ്ടെങ്കിലും ഇതിൻ്റെ വീഡിയോ ഒന്ന് കണ്ട ഒരു രസകരമായ ഫോണാണെന്ന്. എന്താണ് ഇതിൻ്റെ കാരണം? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ സ്ലിമ്മായ ഒരു ഡിസൈനിലുള്ള ഫോണാണ്. 7.36 mm ആണ് ഇതിൻ്റെ തിക്നെസ്. 171 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. വളരെ സ്ലിം ആൻഡ് ലൈറ്റ് വെയ്റ്റ് 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് കളർ ചേഞ്ചിങ് ബാക്ക് പാനലാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ സൺഷൈൻ ഗോൾഡ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ അതിന് കളർ ചേഞ്ചിങ് ബാക്ക് ആണുള്ളത്. അതായത് ഇതിൻ്റെ ബാക്ക് പാനൽ അതിലടിക്കുന്ന ലൈറ്റിനനുസരിച്ചുകൊണ്ട് കളർ മാറി മാറി വരും. ബട്ട് ഇത് വന്നിട്ട് സ്റ്റാർ ഡസ്റ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഇതിന് ആ ഒരു ഫീച്ചർ ഇല്ല. ബട്ട് വളരെ സോഫ്റ്റ് ആയ ഒരു ബാക്ക് പാനലാണ്. ഫ്ലോറൈറ്റ് AG ഗ്ലാസ് എന്ന് പറയുന്ന വളരെ സോഫ്റ്റ് ആയ ഒരു മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ വളരെ സോഫ്റ്റ് ആയ ഒരു ഫോൺ കയ്യിൽ പിടിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഡിസൈനും ഡിസ്പ്ലേയും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ഫോണാണ്. 108 മെഗാപിക്സലിൻ്റെ അൾട്രാ ക്ലിയർ റിയർ ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ടിലാണെങ്കിൽ 50 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ അടങ്ങുന്ന ഓട്ടോ ഫോക്കസ് ഡുവൽ ക്യാമറയാണ് വരുന്നത്. ഡുവൽ ടോൺ സ്പോട്ട് ലൈറ്റും വരുന്നുണ്ട്. എന്താണ് ഈ കിടക്കാഴ്ച സംഭവം എന്നുള്ളത് ഞാൻ അതിൻ്റെ സെക്ഷനിൽ പറയാം. ഡയമൻസിറ്റി 1200 എന്ന് പറയുന്ന മികച്ച ഒരു പ്രൊസസ്സറുണ്ട്. 12 GB വരുന്ന റാമും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റുകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്കിത് ഓരോന്നും വിശദമായിട്ട് പരിശോധിക്കാം. ഇതാണ് V23 Pro എന്ന ഫോണിൻ്റെ ബോക്സ്. നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫോൺ കാണാം. ഫോണിൻ്റെ ഭംഗി നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നമുക്കിത് മാറ്റി വെച്ചിട്ട് ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഒരു കേസ്, നല്ല ക്വാളിറ്റി ഉള്ളൊരു കേസ്, നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്ലൈ ചെയ്ത് വരുമ്പോൾ നല്ല ഡീസൻ്റ് ആയ രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റായി നിൽക്കുന്നുണ്ട്. ഹോൾഡ് ചെയ്യാനും മറ്റും കംഫർട്ടബിൾ ആണ്. നല്ല രീതിയിലുള്ളൊരു പ്രൊട്ടക്ഷനും. സോ ഒരു നല്ല കേസ് ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ സ്ക്രീൻ ഗാർഡൊക്കെ പ്രീ അപ്ലൈഡ് ആണ്. അതേപോലെ തന്നെ 44 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. കേബിൾ ടൈപ്പ് C കേബിളും കാര്യങ്ങളും വരുന്നുണ്ട്. സിം ടൂള്, അതേപോലെ 3.5 mm അഡാപ്റ്ററും വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഒപ്പം ഒരു ഇയർഫോൺ കൂടി വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോക്സിലെ കണ്ടൻസ്. നമുക്കിനി ബോക്സും കാര്യങ്ങളും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത് മാറ്റി വെച്ചിട്ട് ഫോണിലേക്ക് വരാം. അപ്പോൾ ഇതാണ് വിവോയുടെ V23 Pro. എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു ഡിസൈൻ ആയിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഈ ഫോണിൻ്റെ വീഡിയോ ഒന്ന് കണ്ടോളൂ എന്ന്. വളരെ നന്നായിട്ടുണ്ട്. ഒരു ഓവർവ്യൂ ഒന്ന് നോക്കിയാലോ. താഴത്തെ സൈഡിൽ സിം ട്രേ ഡുവൽ നാനോ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. മെയിൻ മൈക്രോഫോൺ, സ്പീക്കർ ഗ്രില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, അതേപോലെ വോളിയം ബട്ടൺ. ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ടോപ്പ് സൈഡിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ ആണ്. ബാക്ക് പാനലിൽ നമുക്ക് വിവോ ബ്രാൻഡിങ്ങും അതേപോലെ 3 ക്യാമറകൾ, 108 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, ഒരു ഫ്ലാഷ്, അതേപോലെ തന്നെ 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാപിക്സലിൻ്റെ മാക്രോ സെൻസർ. ഇത്രയും കാര്യങ്ങളാണ് റിയർ പാനലിൽ വരുന്നത്. ഫ്രണ്ടിലെ ഡിസ്പ്ലേ ഒരു നോച്ചോട് കൂടിയാണ് വരുന്നത്. നോച്ചിലാണ് ഈ ഡുവൽ സെൽഫി ക്യാമറ. മെയിൻ ക്യാമറ 50 മെഗാപിക്സലും 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും വരുന്നുണ്ട്. ഫ്രണ്ടിലെ ഡിസ്പ്ലേ വന്നിട്ട് 6.56 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് 90 ഹെർട്സിൻ്റെ 3D കർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് നല്ല ബ്യൂട്ടിഫുള്ളായ ഡിസ്പ്ലേയുമാണ് വരുന്നത്. ഡിസൈനും കംഫർട്ടും എല്ലാം അടിപൊളി, പ്ലസ് ഒരു കിഡിലിൻ ഡിസ്പ്ലേ. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു തരത്തിലുള്ള ഇഷ്യൂസും നമുക്കിതിൽ പറയാനില്ല. സൺലൈറ്റ് വിസിബിലിറ്റി ആയാലും യൂസ് ചെയ്യുമ്പോൾ സ്മൂത്ത്നെസ് ആയാലും ഓവറോൾ എക്സലൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത്. സോ ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേ രണ്ട് കാര്യത്തിലും ഈ ഒരു ഫോൺ എക്സലൻ്റ് ആണ്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് മെയിൻ വിവോയുടെ ഫോൺ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ഹൈലൈറ്റഡ് ആയ കാര്യം എന്ന് പറയുന്നത് സെൽഫി ക്യാമറയാണ്. എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്? ക്യാമറ UIയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. നോർമലി ഉള്ള നൈറ്റ്, പോർട്രേറ്റ്, ഫോട്ടോ, വീഡിയോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതുകൂടാതെ മോറിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഹൈ റെസൊല്യൂഷൻ, അതായത് ഫുൾ 50 MP മെഗാപിക്സലിൻ്റെ ഓപ്ഷൻ, ലൈവ് ഫോട്ടോ, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, പ്രോ മോഡ്, AR സ്റ്റിക്കർ, ഡുവൽ വ്യൂ, ഡബിൾ എക്സ്പോഷർ, പ്രോ സ്പോർട്സ് മോഡ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് സാമ്പിളുകൾ നോക്കാം. മെയിൻ സെൽഫി ക്യാമറയുടെ, അതായത് സെൽഫി ക്യാമറയുടെ സാമ്പിൾ ഇമേജാണ് നിങ്ങൾ കാണുന്നത്. നല്ല ഡീസൻറ്റ് ക്വാളിറ്റിയാണ്. നമുക്ക് ഒരു 4 മണി 5 മണി ടൈമാണ് ഞാൻ ഈ ഒരു ഫോട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇമേജിൻ്റെ ക്വാളിറ്റി. നല്ല ഡീസൻറ്റ് ക്വാളിറ്റിയുള്ള സെൽഫി ക്യാമറ ഇമേജുകളാണ് നമുക്കിതിനകത്ത് കിട്ടുന്നത്. പോർട്രേറ്റ് ഇമേജുകൾ, പോർട്രേറ്റിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അത് ഞാനിവിടെ എൻ്റെ ഒരു താല്പര്യത്തിന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. സോ നല്ല രീതിയിലുള്ള പോർട്രേറ്റ് ഇമേജുകൾ എടുക്കാം. ഞാൻ പറഞ്ഞ പോലെ നോർമൽ സെൽഫി മാത്രമല്ല, ഇതിൽ വൈഡ് ആംഗിളും ഡുവൽ ക്യാമറയാണ്. നോർമൽ ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ വൈഡ് ആംഗിളും നിങ്ങൾക്ക് കാണാം.
വൈഡ് ആംഗിളിലേക്ക് വരുമ്പോൾ കുറേ കൂടി വൈഡായി ഒരു ഏരിയ കവർ ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വൈഡ് ആംഗിൾ ക്യാമറ നല്ല രീതിക്ക് സഹായിക്കും. നല്ല ക്വാളിറ്റിയുള്ള വൈഡ് ആംഗിൾ ക്യാമറയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ സെൽഫി ക്യാമറ ലോ ലൈറ്റ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു നെക്സ്റ്റ് ലെവൽ പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. മെയിനായിട്ടും ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഡുവൽ ടോൺ സ്പോട്ട് ലൈറ്റ് എന്നൊരു സംവിധാനം. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ 2 സൈഡിലായിട്ട് നമുക്കൊരു ലൈറ്റ് സംവിധാനം കാണാം. സെൽഫി ഫ്ലാഷ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഫുൾ ടൈം ഓണാക്കി നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. സോ നല്ല രീതിക്കുള്ളൊരു ഇമേജ് ക്യാപ്ചറിങ് അതുവഴി നടത്താൻ സാധിക്കും. ഈ കാണുന്നത് ആ രീതിയിൽ ഞാൻ എടുത്തിരിക്കുന്ന ഇമേജാണ്. നല്ല രീതിയിൽ ഒരു അരണ്ട ലൈറ്റുള്ള സിറ്റുവേഷനാണ്. റോഡ് സൈഡാണ്, ബട്ട് എൻ്റെ ഫേസിലേക്ക് വലിയ ലൈറ്റും കാര്യങ്ങളൊന്നും കൃത്യമായിട്ടില്ല. ബട്ട് എങ്കിലും അത് ഉപയോഗിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള സെൽഫി ആവറേജ് ലൈറ്റിംഗ് സിറ്റുവേഷനിലാണെങ്കിലും എടുക്കാൻ സാധിക്കും. പാർട്ടി പോർട്രേറ്റ് എന്ന് പറയുന്ന വ്യത്യസ്തമായ സംവിധാനവും ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. നോർമലി ഒരു ഇമേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ലൈറ്റുകളെ തന്നെ ഒരു പാർട്ടി മൂഡിലേക്ക് ഇങ്ങനെ ഒന്ന് ബൗൺസ് ഒക്കെ ചെയ്യിപ്പിച്ച് വ്യത്യസ്തമായ രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇമേജുകൾ എടുക്കാനും നമുക്ക് ഇതിനകത്ത് സാധിക്കും. സോ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഒരു പാർട്ടി മൂഡിലൊക്കെ ഫോട്ടോസ് സെൽഫീസ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ പോർട്രേറ്റ് ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട് സംഗതി? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇതിൽ തന്നെ ഫ്ലാഷ് സെൽഫികളും എടുക്കാൻ സാധിക്കും. അതായത് നമ്മൾ നോർമലി സെൽഫി എടുക്കുന്ന പോലെയല്ല, ഒരു ഫ്ലാഷ് അടിച്ചിട്ട് എടുക്കുന്ന പോലുള്ള ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഇമേജുകൾ നല്ല രീതിക്ക് എൻ്റെ ഫേസ് ബ്രൈറ്റ് ആണ്. അതായത് ഒരു ഫ്ലാഷ് അടിച്ചിട്ട് എടുത്ത പോലുള്ള ഒരു എഫക്റ്റ് ഇല്ലേ, അങ്ങനെയും ഇതിനകത്ത് സെൽഫികൾ എടുക്കാൻ സാധിക്കും. AI നൈറ്റ് മോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ നല്ല നീറ്റായ ഇമേജുകൾ നമുക്ക് ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലും കിടലനായിട്ട് കിട്ടും. ഇനി ഇതേ നൈറ്റ് മോഡ് നമുക്ക് വൈഡ് ആംഗിളിലും കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കാണാം വൈഡ് ആംഗിളിലും നമുക്ക് നൈറ്റ് മോഡ് എടുക്കാം. ഇനി ഈ സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി ഒന്ന് കണ്ടു നോക്കിയോളൂ. 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് വരെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാം. ഞാനൊന്നും പറയണ്ടല്ലോ, ആ ഒരു ക്വാളിറ്റിയാണ് കാണുന്നത്. ഫുൾ HD ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നല്ല ഡീസൻ്റായ വീഡിയോസ് ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ പോർട്രേറ്റ് വീഡിയോസും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. സെൽഫി ക്യാമറയിലും മെയിൻ ക്യാമറയിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. പോർട്രേറ്റ് വീഡിയോസ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് എടുക്കാം. HDR വീഡിയോസും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് വേറെ ലെവലിലുള്ള HDR വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു സംവിധാനം ഇതിനകത്തുള്ളത് ഡുവൽ വീഡിയോ റെക്കോർഡിംഗ്. നിങ്ങൾക്കിവിടെ കാണുന്ന പോലെ ഫ്രണ്ടും ബാക്കും ക്യാമറകൾ ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ട് ഡുവൽ വീഡിയോ റെക്കോർഡിങ്ങും ഇതിനകത്ത് നടത്താൻ സാധിക്കും. ഇനി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ ഇതുപോലെ നല്ല ലൈറ്റുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഡീസൻ്റായ ക്ലീനായ വീഡിയോസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. യാതൊരു ക്ലാരിറ്റി ഇഷ്യൂസും ഇല്ല, പക്ക കണ്ടീഷൻ. അതേസമയം ഔട്ട്ഡോറിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന രീതിയിൽ നല്ല ക്വാളിറ്റി വീഡിയോസ് തന്നെ കിട്ടും. ഇത്തരം സിറ്റുവേഷനുകളിൽ നിങ്ങൾക്ക് ഇതുപോലെ നോർമലായിട്ട് വീഡിയോ എടുക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ നൈറ്റ് മോഡ് കൂടി ഉപയോഗിച്ചുകൊണ്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ രീതിയിൽ നല്ല വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും. സോ ഓവറോൾ ഒരു ഫുൾ പാക്ഡ് സെൽഫി ക്യാമറയാണ് ഇതിൽ വരുന്നത്. മെയിൻ ക്യാമറ ഇമേജുകൾ ഒട്ടും മോശമല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം 108 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയുടെ പെർഫോമൻസ് എക്സലൻറ്റ് ക്വാളിറ്റിയാണ് ഡേ ലൈറ്റിൽ നമുക്ക് തരുന്നത്. നല്ല ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾക്കിത് അടിപൊളിയാണോ എന്നുള്ള കാര്യം. മെയിൻ ക്യാമറയുടെ വീഡിയോ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫുൾ HDയിലും 4Kയിലും നിങ്ങൾക്ക് എടുക്കാം. ഫുൾ HDയിലാണ് ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റെബിലൈസേഷനൊക്കെ നിങ്ങൾക്ക് കാണാം. വളരെ ഡീസൻ്റായ ഒരു ക്വാളിറ്റിയാണ്. എന്നെ സംബന്ധിച്ചൊക്കെ നന്നായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ നമുക്ക് പല തരത്തിലുള്ള ഫ്ലയർ എഫക്റ്റുകൾ വെച്ചുകൊണ്ട് പോർട്രേറ്റ് ഇമേജുകളൊക്കെ എടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് അവിടെ കാണാം ഞാൻ ഓരോ ഇമേജുകളും ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കിലെ ലൈറ്റ് പല രീതിയിലാണ് ബ്ലർ ആവുന്നത്. നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഓപ്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പോർട്രേറ്റ് ഇമേജുകൾ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ബോക്കെ ഫ്ലയർ പോർട്രേറ്റ് സംവിധാനം ഈ ഒരു ക്യാമറയ്ക്കകത്ത് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യത്യസ്തമായ ഇമേജുകൾ, ക്രിയേറ്റീവായ ഇമേജുകൾ ഇതിൻ്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ചും എടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. നോർമൽ വീഡിയോ തന്നെ നന്നായിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൂപ്പർ നൈറ്റ് വീഡിയോസും എടുക്കാം. നൈറ്റ് മോഡ് കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ സാമ്പിൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതൊക്കെ കണ്ടിട്ട്? ക്യാമറ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യണേ. ഇതിൻ്റെ പ്രൊസസ്സർ പെർഫോമൻസ് ഈ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ Dimensity 1200 ആണ്. ട്രസ്റ്റഡ് ആയ ഒരു 6nm പ്രൊസസ്സറാണ്. നല്ല പെർഫോമൻസ് ഇത് വെച്ചിട്ട് വന്നിട്ടുള്ള എല്ലാ ഫോണുകളും നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം വളരെ സ്മൂത്തായൊരു പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ നമുക്ക് തരുന്നത്. ഒരു തരത്തിലുള്ള ലാഗും കാര്യങ്ങളും ഇതിനകത്ത് വരുന്നില്ല. ഡീസൻ്റായ ഒരു പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ എബൌട്ട് സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫൺ ടച്ച് OS 12 ആണ്. ആൻഡ്രോയിഡ് 12 ബേസ്ഡ് ആണ് വരുന്നത്. 8 GB റാമുള്ള ഫോണാണ്.
വേണമെങ്കിൽ 4GB കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എക്സ്റ്റെൻഡഡ് റാം 2.0 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ റാം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അത് കൂടി ആഡ് ചെയ്തുകൊണ്ട് നല്ല നൈസായിട്ട് ഈ ഫോൺ ഉപയോഗിക്കാം. ഒരു ലാഗും ഇല്ലാതെ അടിപൊളിയായിട്ട് എനിക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പെർഫോമൻസ് എന്തായാലും പക്കയാണ്. 8GB റാം 128GB സ്റ്റോറേജ്, അതേപോലെ 12GB റാം 256GB സ്റ്റോറേജ് എന്നീ വേരിയൻറ്റുകളാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. യാതൊരു ലാഗും കാര്യങ്ങളുമില്ല. വളരെ നൈസായിട്ട് ഈ 1200 എന്ന് പറയുന്ന പ്രോസസ്സർ ഓൾറെഡി നമ്മൾ പല ഡിവൈസുകളിൽ കണ്ടിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. ബാറ്ററി വന്നിട്ട് 4300 mAh ബാറ്ററിയാണ്. 44 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാർജിങ് സ്പീഡ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് കൊണ്ട് 1%, 0% നേരെ വിട്ട് കഴിഞ്ഞാൽ 63% വരെ അരമണിക്കൂർ കൊണ്ട് ചാർജായി കിട്ടും. സോ സഫീഷ്യൻ്റ് ആയ ഒരു ഫാസ്റ്റ് ചാർജറാണ്. ആവശ്യത്തിനുള്ള ബാറ്ററി ലൈഫും കാര്യങ്ങളുണ്ട്. ഒരു ദിവസമൊക്കെ സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിൽ വരുന്ന മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ, OTG സപ്പോർട്ട് ഉണ്ട്, അതേപോലെ ബ്ലൂടൂത്ത് 5.0 ഉണ്ട്, വൈഫൈ കോളിംഗ് പോലുള്ള കാര്യങ്ങളുണ്ട്. സാർ വാല്യൂ നോക്കി കഴിഞ്ഞാൽ ഹെഡ് സാർ വാല്യൂ 1.22 വരുന്നു, ബോഡി സാർ വാല്യൂ 0.63 വരുന്നു. ഇത് പിന്നെ 5G ഫോൺ കൂടിയാണ്. 14 വരുന്ന 5G ബാൻഡുകൾ അടങ്ങുന്ന ഡുവൽ 5G സപ്പോർട്ട് ചെയ്യുന്ന 5G ഫോൺ കൂടിയാണ് നമ്മുടെ വിവോ V23 Pro. ക്യാമറ ടു API ലെവൽ ഫുള്ളാണ് വരുന്നത്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ എല്ലാ കാര്യങ്ങളും വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് എക്സാക്ട്ലി ഇപ്പോൾ അറിയില്ല. ലിങ്കും പ്രൈസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൂടി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമാവുകയാണെങ്കിൽ അതിനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതിന് കുറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്, വിവോ V23 എന്നത്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ബോക്സി സ്റ്റൈലിലാണ് വരുന്നത്. ബാക്കി ഡിസൈനും കളേഴ്സും കാര്യങ്ങളും എല്ലാം സെയിം ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റിയും കാര്യങ്ങളും സെയിം ആണ് വരുന്നത്. പ്രോസസ്സർ വന്നിട്ട് Dimensity 920 എന്ന് പറയുന്ന ഏറ്റവും പുതിയ 5G പ്രോസസ്സറാണ് വരുന്നത്. 6nm പ്രോസസ്സർ തന്നെയാണത്. ഇന്ത്യസ് ഫസ്റ്റ് ആ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണെന്ന് നമുക്ക് പറയാം. 4200 mAh ബാറ്ററിക്ക് 44 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഫോണിൽ വരുന്നത്. ഡുവൽ നാനോ സിം കാര്യങ്ങളും ഡുവൽ 5G തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 12 ബേസ്ഡ് തന്നെ, ഫൺ ടച്ച് OS 12 തന്നെ. സോ ഓവറോൾ ഇതുപോലെ തന്നെ മികച്ച ഒരു ഫോണാണ് വിവോയുടെ V23. ആ ഫോണിൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടില്ല, എന്തോ ഡിസ്പാച്ച് ആവാൻ ഇത്തിരി ഡിലേ ആയിട്ടാണെന്ന് പറയുന്നു. ബട്ട് എന്തായാലും അതും മികച്ച ഒരു സെറ്റപ്പ് തന്നെ ആയിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. നിങ്ങൾക്ക് താല്പര്യമായെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. വിവോ V23 Pro എന്ന ഫോണിൻ്റെ വീഡിയോ ആണ്. എനിക്ക് ഫോൺ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ സംഭവം? നിങ്ങളാണത് പറയേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.